പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ള ജോസപ്പച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള ഈ സമയത്ത് നമുക്ക് പരിശുദ്ധ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പ്രത്യേകമായ എന്തെങ്കിലും ദൗത്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ അനുഗ്രഹിക്കും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ദൈവത്തിന് നന്ദി പറയുകയാണ്. എൻ്റെ കൂടെയുള്ള അച്ഛന് സ്വരം തൊണ്ടയ്ക്ക് ഒരു അസ്വസ്ഥതയുണ്ടായി. അപ്പോൾ അതിന് ചെറിയ കഴിയുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് വളരെ അതിശയം തോന്നിയത്, തൊട്ട് മുൻപത്തെ ദിവസം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് പിറ്റേ ദിവസം രാവിലെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞത് കുറേ കൂടി മെച്ചപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, തമ്പുരാനൊരു കാര്യം ഏൽപ്പിച്ചാൽ അതിനുള്ള കൃപ തരും. തമ്പുരാനോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള കഴിവും കൃപകളും ഒക്കെ ദൈവം നമുക്ക് തരും. നമുക്കതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൻ്റെ മൂല്യവും അതിൻ്റെ വിലയും നമ്മൾ മനസ്സിലാക്കിയാൽ എത്രയോ ശ്രദ്ധയോടുകൂടി നമ്മളത് പങ്കുചേരും. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മുടെ എത്രയോ മേഖലകളിൽ നമ്മുടെ കഴിവ് വെച്ചിട്ട് നമ്മൾ പരിശ്രമിച്ചു. നമുക്കത് പലതവണ പല ആവർത്തി ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്, നമ്മുടെ കഴിവിൽ ഒന്നും നിൽക്കില്ല. ബാക്കിയുള്ളതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിലാണ്. നമുക്ക് വേണ്ടത് ദൈവാനുഗ്രഹമാണ്. അപ്പോൾ 3 വാക്കുകൾ നിങ്ങൾ ഓർക്കുക. ഒബ്സർവേഷൻ, നല്ല നിരീക്ഷണം ഉണ്ടാകുക. നിങ്ങളുടെ കൂട്ടത്തിൽ ചില ആളുകൾ നല്ല കൈകളൊക്കെ കൂപ്പി ഭക്തിയോടെ ബലിയർപ്പിക്കുന്നത് നിങ്ങൾ കാണണം, ഒബ്സർവ് ചെയ്യണം. എന്നിട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. ഒബ്സർവ് ചെയ്യുക. 2, നല്ല മനസാന്നിധ്യമുണ്ടാകുക. ഇപ്പം ചെയ്യണ കാര്യം എന്താ? പരിശുദ്ധ ബലിയർപ്പണം. പരിശുദ്ധ ബലിയർപ്പണ സമയത്ത് നല്ല മനസാന്നിധ്യമുണ്ടാകുക. 3-ാമത്തെ കാര്യം ദൈവാനുഗ്രഹമാണ്. ഇത് 3ഉം ചേരുമ്പോഴാണ് നമ്മൾ വിജയിക്കുക, അത് പൂർണ്ണമാവുക. ഇത് ഏത് മേഖലയിലും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു പഠനത്തിൻ്റെ മേഖലയിൽ ഒബ്സർവേഷൻ, മൈൻഡ് പ്രസൻസ്, ബ്ലെസ്സിങ്സ് ഓഫ് ഗോഡ് ഈസ് ഈക്വൽ ടു സക്സസ് ഓഫ് ലൈഫ്. നമുക്കതുകൊണ്ട് ഈ പരിശുദ്ധ ബലിയർപ്പണം നമുക്ക് വിജയിപ്പിക്കാം. സാത്താന് വിട്ടുകൊടുക്കരുത്, തോൽപ്പിക്കരുത്, ഈശോയെ തോൽപ്പിക്കരുത്. ഈ പരിശുദ്ധ ബലിയർപ്പണത്തിൽ ഈശോയെ നമുക്ക് ജയിപ്പിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങൾ, അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരേ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം
ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ വചനത്തിൻ്റെ നിത്യത സ്വർഗത്തിൻ്റെ മുഖം അലങ്കരിക്കുകയും അതേ സമയം ഞങ്ങളുടെ ശരീരത്തിൻ്റെ ബലഹീനത മറിയത്തിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്തുവല്ലോ. സത്യത്തിൻ്റെ പ്രഭയായി ഞങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ട അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ശക്തിയുടെ പൂർണ്ണതയിൽ മുന്നേറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്: പ്രിയപ്പെട്ടവരെ, നാം ആവശ്യപ്പെടുന്നതെന്തും അവിടുന്ന് നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമ്മോട് കൽപ്പിച്ചതുപോലെ നാം പരസ്പരം സ്നേഹിക്കുകയും ചെയ്യണം. ഇതാണ് അവൻ്റെ കൽപ്പന. അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന ഏവനും അവനിൽ വസിക്കുന്നു. അവൻ കൽപ്പനകൾ പാലിക്കുന്നവനിലും അവൻ നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ് മൂലം അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് നാം അറിയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്. ആത്മാക്കളെ പരിശോധിച്ച് അവ ദൈവത്തിൽ നിന്നാണോ എന്ന് വിവേചിക്കുവിൻ. പല വ്യാജ പ്രവാചകന്മാരും ലോകത്തിലെങ്ങും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾക്ക് ഇങ്ങനെ തിരിച്ചറിയാം: യേശുക്രിസ്തു ശരീരം ധരിച്ചുവെന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിൻ്റെ ആത്മാവാണത്.
ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. കുഞ്ഞുമക്കളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. നിങ്ങൾ വ്യാജ പ്രവാചകന്മാരെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അവർ ലോകത്തിൻ്റേതാണ്, അതുകൊണ്ട് അവർ പറയുന്നത് ലൗകികവുമാണ്. ലോകം അവരുടെ വാക്ക് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. നാം ദൈവത്തിൽ നിന്നുള്ളവരാണ്. ദൈവത്തെ അറിയുന്നവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നു. ദൈവത്തിൽ നിന്നല്ലാത്തവൻ നമ്മുടെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്നു ഞാൻ നിനക്ക് ജന്മം നൽകി. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ ജനതകളെ അവകാശമായി തരും. ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. രാജാക്കന്മാരെ, വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുകയും ചെയ്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലിലേക്ക് പിൻവാങ്ങി. അവൻ നസ്രത്ത് വിട്ട് സെബൂലൂണിൻ്റെയും നഫ്തലിയുടെയും അതിർത്തിയിൽ സമുദ്രതീരത്തുള്ള കബർനാമിൽ ചെന്ന് പാർത്തു. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് നിവൃത്തിയാകാൻ വേണ്ടിയാണ്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബുലൂൺ, നഫ്തലി പ്രദേശങ്ങൾ, വിജാതിയുടെ ഗലീലി, അന്ധകാരത്തെ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അപ്പോൾ മുതൽ യേശു പ്രസംഗിക്കാൻ തുടങ്ങി, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവൻ്റെ കീർത്തി സിറിയായിലെങ്ങും വ്യാപിച്ചു. എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും വ്യഥകളാലും അവശരായവരെയും, പിശാച് ബാധിതർ, അപസ്മാ രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഗലീലി, ദക്കാപ്പോലിസ്, ജെറൂസലേം, യൂദയ, ജോർദാൻ്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്ന് വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിച്ചു.
കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ള ജോസഫച്ച, പ്രിയ സഹോദരരെ, ഈ ദിവസത്തിൻ്റെ ആശംസകൾ നിങ്ങൾക്ക് ഏവർക്കും നേരുകയാണ്. ഇന്നത്തെ ഒന്നാം വായന യഥാർത്ഥത്തിൽ അത് 1 യോഹന്നാൻ 3:22 മുതലാണ് ആരംഭിക്കുക. 1 യോഹന്നാൻ 3:22. 1 യോഹന്നാൻ 3:20 21 നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകയാൽ അവിടുത്തെ സന്നിധിയിൽ നാം സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവരെ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾക്ക് ആത്മധൈര്യമുണ്ട്. 22-ാമത്തെ വാക്യം മുതലാണ് ഇന്നത്തെ വായന. അതിപ്രകാരമാണ്: നാം ആവശ്യപ്പെടുന്നതെന്തും അവിടെ നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മുടെ സഭയിൽ നമ്മൾ പാർപ്പിക്കുന്ന പരിശുദ്ധ കുർബാന ഒരു കൂദാശയാണ്. കൂദാശകളുണ്ട്, കൂദാശ അനുകരണങ്ങളുണ്ട്. കൂദാശകളുണ്ട്, കൂദാശ അനുകരണങ്ങളുണ്ട്. കൂദാശകൾ 7 കൂദാശകളാണ്. കൂദാശ അനുകരണങ്ങൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഒരു അച്ഛൻ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുന്നത്, ഇപ്പോൾ ഈ കുർബാനയ്ക്ക് ശേഷം അനാമ്പള്ളം തളിച്ച് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുന്നത്, പള്ളികളിൽ നൊവേന ചൊല്ലുന്നത്, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. മനസ്സമ്മതം അതൊരു കൂദാശയല്ല. വിവാഹമാണ് കൂദാശ, മനസ്സമ്മതം കൂദാശയല്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സഭയിലുണ്ട്. കൂദാശ സ്ഥാപിച്ചത് ഈശോ മിശിഹായാണ്. കൂദാശ അനുകരണങ്ങൾ ഉടലെടുത്തത് കത്തോലിക്ക സഭയിലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങൾ ദൈവത്തിന് മുമ്പിൽ ഇങ്ങനെ പറയും, ഞാൻ ഇന്നത് ചെയ്തോളാം എന്ന് പറയും. അത് ദൈവം നമ്മോട് പറയാത്ത കാര്യങ്ങളാണ്. ചിലപ്പോൾ നേർച്ച നേരാം, അങ്ങനെയൊക്കെ. അപ്പോൾ നേർച്ച നേർന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര അഗാധമായൊരു വിഷമമൊക്കെ ഉണ്ടാകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നൊരു കുടുംബം, ആ കുടുംബത്തിലെ ഒരു വ്യക്തി ഇവിടെ പ്രഭാതത്തിൽ 5 മണിക്ക് മുട്ടിന് നിരങ്ങ് നേർച്ച നടത്തി. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ട് മണ്ണൊക്കെ ഉറച്ച് നല്ല അത് ഭയങ്കര ഹാർഡായിട്ട് കിടക്കുക. അത്ര എളുപ്പമല്ല 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ ഉള്ള സമയം മുട്ടിന് നിരങ്ങുക. ഞാൻ പേഴ്സണലി അത് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഞാനിങ്ങനെ കാഴ്ചക്കാരനെ നിന്നിട്ട് പറയുന്നതല്ല. അപ്പോൾ അത്ര എളുപ്പമല്ല. അപ്പോൾ അവരെന്നോട് വന്ന് പറയുകയാണ്, കുറേ മണ്ണ് കൊണ്ടുവന്നിടാൻ പറ്റുമോ ഇവിടെ? ഇപ്പം ഞാനാണ് ഇവിടുത്തെ അധികാരി എന്ന്, ഞാനിവിടുത്തെ ശുശ്രൂഷകൻ മാത്രമാണ്, ഞാനിവിടുത്തെ അധികാരിയല്ല. അപ്പോൾ ഞാനാണ് ഇവിടുത്തെ അധികാരി എന്ന് വിചാരിച്ചിട്ട് എന്നോട് പറയുകയാണ്, ഇവിടെ കുറേ മണ്ണൊക്കെ കൊണ്ടുവന്നിട്, ആളുകളുടെ കാല് നോവുന്നെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ നേർന്ന കാര്യമല്ല, അത് ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. മുട്ടിന് നിരങ്ങണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ആരാ പറഞ്ഞത് മുട്ടിന് നിരങ്ങണമെന്ന്? നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞു മുട്ടിന് നിരങ്ങിയില്ലെങ്കിൽ സ്വർഗം നിങ്ങൾക്ക് വാതിൽ തുറന്നു തരില്ല എന്ന് പറഞ്ഞു? അത് നമ്മൾ നേർന്ന കാര്യമല്ലേ? നമ്മൾ നേർന്നിട്ട് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് ഭാരപ്പെടുന്നത് എന്താ? അപ്പം നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? അതാണ് ഇന്നത്തെ നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നെങ്കിൽ തന്നെ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനുമാകിയാൽ അവിടുത്തെ സന്നിധി നാം സമാധാനം കണ്ടെത്തും. നമ്മളെ കുറ്റപ്പെടുത്തണം. എന്തിന്? ഈശോ മിശിഹാ സ്ഥാപിച്ച കൂദാശകൾ സ്വീകരിക്കാതിരുന്നാൽ. ഒരു കുടുംബം, ഒരു ചെറിയ ഒരു ഭാര്യയാണ്, അതായത് അധികം പ്രായമില്ലാത്തൊരു വീട്ടമ്മ. അവർ ഇവിടെ ക്രിസ്മസിൻ്റെ തൊട്ടടുത്ത ദിവസം 26-ാം തീയതിയാണെന്ന് തോന്നുന്നു, ഉരുള് നേർച്ച നടത്തി. ഉരുള് ഇങ്ങനെ മറിഞ്ഞിങ്ങനെ ഉരുളുക.
കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് പിന്നെ മുട്ടിനിരങ്ങാൻ തുടങ്ങി. മുട്ടിനിരങ്ങിയിട്ട് പറ്റുന്നില്ല. അമ്മ ഭർത്താവിൻ്റെ അമ്മ താങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ചെയ്യണമെന്നൊരു നിർബന്ധമില്ലല്ലോ, നിങ്ങൾ എന്തിനാണത് ചെയ്യുന്നത് ഇത്ര കഷ്ടപ്പെട്ട്? അപ്പോൾ അവർ പറഞ്ഞു നേർന്നു പോയി എന്നാണ് പറഞ്ഞത്, നേർച്ച നേർന്നു. അപ്പോൾ ഞാനൊരൊറ്റ ചോദ്യം ചോദിച്ചു, ഈ ക്രിസ്മസിന് 25-ാം തീയതി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചോ? ഇല്ല, കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചില്ല. അടുത്ത നോക്കിക്കാം. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച ഒരാൾക്ക് ഒരുവിധം ഒരു ആശ്വാസം ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഇതൊന്നും ചെയ്തില്ലല്ലോ, ദൈവമേ ഞാനിതൊന്നും ചെയ്തില്ലല്ലോ, നല്ലൊരു ക്രിസ്മസ് വന്നിട്ട് ഞാൻ കുമ്പസാരിച്ച്, ഇങ്ങനെ നമ്മളെ ഹൃദയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷെ നിൻ്റെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ട് നീ തകർന്നു പോകരുത്. സെൽഫ് എസ്റ്റീം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അതായത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, ഞാനൊന്നും ചെയ്തില്ലെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ മകനാണല്ലോ, എനിക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടല്ലോ എന്നൊരു ആത്മധൈര്യം, ഒരു അഭിമാനം നമുക്കുണ്ടാകണം. ധൂർത്തപുത്രൻ്റെ കാര്യം അതാ. ധൂർത്തപുത്രൻ വേശ്യകളോട് കൂട്ടുചേർന്ന് സ്വത്തെല്ലാം ധൂർത്തടിച്ച് അവന് തോന്നുകയാണ്, എൻ്റെ വീട്ടിൽ എത്രയോ പേരാണ് ദാസന്മാർ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു, ഞാനോ മകൻ ഇവിടെ വിശന്നു മരിക്കുന്നു. ആ ഒരു സെൽഫ് എസ്റ്റീമാണ് അവനെ കയറിപ്പോരാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ്, പക്ഷേ അത് നിങ്ങൾക്ക് ദൈവത്തിന് മുമ്പിൽ പ്രത്യാശയുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവസന്നിധി നിങ്ങൾ സമാധാനം കണ്ടെത്തും, അവിടുത്തെ സന്നിധി നമുക്ക് സമാധാനം കണ്ടെത്തും. പ്രിയപ്പെട്ടവർ, ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന് മുമ്പിൽ നമുക്ക് ആത്മധൈര്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഭംഗിയായി അങ്ങനെ ധൂർത്തപുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവന് വലിയ സമാധാനമായി. പിന്നെ അവന് സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ പത്രോസ് മനംനൊന്ത് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ ആ കയറിപ്പോക്ക് എത്ര പിന്നോക്കം പോയോ അതിൻ്റെ 10 മടങ്ങ് തീക്ഷ്ണതയോടെ കയറി എവിടെ എത്തി? അതാണ് ആത്മീയ വളർച്ച. അതുകൊണ്ടാണ് ഇന്നത്തെ 1-ാം വായനയുടെ ആരംഭത്തിൽ നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടെ നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നാം അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടുത്തേക്ക് പ്രീതിജനകമായത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഇല്ലേ? കർത്താവിന് പ്രീതിജനകമായത് എന്താ? നമ്മളൊന്ന് കുമ്പസാരിച്ചൊക്കെ കുർബാന സ്വീകരിക്കണം എന്നല്ലേ. ഇപ്പോൾ ഒരു പുതിയൊരു രീതി കേരള കത്തോലിക്ക സഭയിൽ വന്നിട്ടുള്ളത് ഒരു പ്രസിദ്ധമായ ധ്യാനകേന്ദ്രത്തിലുള്ള ഒരു കാര്യമാണ് ഉടമ്പടി. അപ്പോൾ ഉടമ്പടി ലംഘിച്ചാൽ പാപം എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ട്. ആളുകൾ ഇപ്പോൾ കുമ്പസാരിക്കുന്നത് ഞാൻ ഉടമ്പടി ലംഘിച്ചു. അത് ദൈവം പറഞ്ഞിട്ടുള്ള കാര്യമാണോ? ദൈവം പറഞ്ഞിട്ടുള്ളത് കൽപ്പനകൾ പാലിക്കാനല്ലേ. തിരുസഭയുടെ കൽപ്പനകൾ തിരുസഭയിലൂടെ നൽകിയിട്ടുള്ളതല്ലേ. ആവശ്യത്തിലധികം പാലിക്കാനുണ്ടല്ലോ. പിന്നെ വേറൊരു കാര്യം കൂടി നമ്മളായിട്ട് മനുഷ്യരുടെ മുമ്പിൽ ഒപ്പൊക്കെ ഇട്ടുകൊടുത്തിട്ട് മനുഷ്യരുടെ മുമ്പിൽ ഒപ്പിട്ട് കൊടുത്ത് വാക്ക് കൊടുക്കണം. എന്തിനാണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ വാക്ക് കൊടുക്കുക. അതുകൊണ്ട് കുമ്പസാരിക്കാൻ വരുമ്പോൾ ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. ഉള്ളിൽ വരേണ്ട കാര്യങ്ങൾ. ഒന്ന്, നന്ദി പറയണം. കാരണം സെൽഫ് എസ്റ്റീം നഷ്ടപ്പെടാതെ നമ്മളെ കാത്തു സൂക്ഷിച്ചതിനും, സെൽഫ് എസ്റ്റീം ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന അഭിമാനബോധം കളയാതെ ദൈവം നമ്മളെ ഇങ്ങനെ പിടിച്ചു നിർത്തുന്നത്. നമ്മളിങ്ങനെ വിചാരിക്കുകയാണ് ഞാൻ ഇനി നശിച്ചു, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് വിചാരിച്ചാൽ സെൽഫ് എസ്റ്റീം ഇല്ല. അങ്ങനെ പറ്റിയതാണല്ലോ യൂദാസ്കറിയോത്തായ്ക്ക്. യൂദാസ്കറിയോത്ത തന്നെ കുറ്റപ്പെടുത്തി നശിപ്പിച്ചു കളഞ്ഞു. സ്വയം കുറ്റപ്പെടുത്തുന്നെങ്കിലും ദൈവത്തിന് മുമ്പിൽ ഒരു ആശ്വാസം കണ്ടെത്തണം. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യമാണ് നമ്മൾ ഈ കൂദാശ കുർബാന അർപ്പിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവമേ, ഈ പ്രഭാതത്തിൽ എനിക്ക് ബലിയർപ്പിക്കാൻ പറ്റിയല്ലോ. കുമ്പസാരിക്കാൻ വരുമ്പോൾ ദൈവമേ, എനിക്ക് കുമ്പസാരിക്കാൻ എനിക്കൊരു അവസരം തന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദി പറയണം. രണ്ടാമത്തെ ഒരു കാര്യമാണ്, അപ്പോൾ ദൈവത്തിന് പ്രീതിജനകമായ കാര്യങ്ങൾ ചെയ്യണം. അവിടുത്തെ നാം ആവശ്യപ്പെടുന്നത് എന്തും അവിടെ നമുക്ക് നൽകുകയും ചെയ്യും. കാരണം നമ്മൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും അവിടത്തേക്ക് പ്രീതിജനകമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു തീരുമാനം എപ്പോഴുണ്ടാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാണ്. മനസ്താപത്തിലൊരു തീരുമാനമുണ്ട്. തീരുമാനമില്ലാത്ത കുമ്പസാരമേ അല്ല. കർത്താവിന് മുമ്പിൽ ഒരു തീരുമാനം പറയാത്ത കുമ്പസാരമേ അല്ല. കർത്താവിനോട് പറയണം, ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളത് അടുത്ത കാര്യം. പക്ഷെ കർത്താവിനോട് പറയണം, കർത്താവേ ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം, കർത്താവേ
ഞാനിനി ശ്രദ്ധിച്ചോളാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് അതിനുള്ളൊരു കൃപ തരും. നമ്മൾക്കൊറ്റയ്ക്കൊരു തീരുമാനം നടപ്പിലാക്കാൻ പറ്റുകയില്ല. അങ്ങനെ എത്രയോ തീരുമാനങ്ങൾ എടുത്തു, എന്നിട്ട് നടപ്പിലാക്കാൻ പറ്റിയോ? അപ്പോൾ ദൈവത്തോട് പറയുക, ദൈവമേ ഞാൻ ഇന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ദൈവം ആ തീരുമാനങ്ങളുടെ മേൽ ഒരാശീർവാദം തരും. ദൈവത്തിൻ്റെ ആശീർവാദം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ എല്ലാം അങ്ങ് തീർന്നെന്ന് വിചാരിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു പാപം പറഞ്ഞു, ആ പാപത്തിൻ്റെ പിന്നിൽ ചില അരൂപികളുണ്ട്, ചില ഹാങ് ഓവറുണ്ട്. പാപം ചെയ്തതിൻ്റെ പിന്നിൽ ചില ചിന്തകളുണ്ടാകാം, ചില ഓർമ്മകളുണ്ടാകാം. ഇപ്പോൾ ഒരു വെറുപ്പാണെങ്കിൽ വെറുപ്പിൻ്റെ അരൂപി, കുറ്റം പറയലാണെങ്കിൽ കുറ്റം പറഞ്ഞതിൻ്റെ ഒരു അരൂപി നമ്മൾ നിൽക്കും. നമ്മൾ കുറ്റം പറഞ്ഞതിനെ തുടർന്ന് മറ്റുള്ളവരിലേക്ക് ചില നെഗറ്റീവ് അരൂപികൾ നമ്മൾ കടത്തിവിട്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞൊരു കാര്യം വേറൊരാൾ, അത് കേട്ടയാൾ വേറെ 10 പേരോട് പറഞ്ഞിട്ടുണ്ടാകാം. അപ്പം നമ്മൾ കാരണം എത്രയോ നെഗറ്റീവ് അരൂപികൾ പോയിട്ടുണ്ട്. അതുകൊണ്ട് കുമ്പസാരത്തിൽ പറയേണ്ട ഒരു കാര്യമാണ്, പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവമേ എന്നെ വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ തിരുരക്തത്താൽ. ഈശോയെ അങ്ങയുടെ തിരുരക്തത്താൽ എൻ്റെ ഉള്ളിലുള്ള നെഗറ്റീവായ സകല കാര്യങ്ങളെയും, പാപചിന്തകളെയും പാപ ഓർമ്മകളെയും വിശുദ്ധീകരിക്കണം. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ജനങ്ങളെ പ്രസംഗിച്ചും പഠിപ്പിച്ചും രോഗികളും വ്യാധികളും സുഖപ്പെടുത്തി. ഇത് രണ്ടും പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പഠിപ്പിക്കൽ ഈശോ നടത്തുന്നുണ്ട്, എന്നിട്ട് ജനങ്ങളെ സുഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ആന്തരിക സൗഖ്യം നമുക്ക് ആവശ്യമാണ്. ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ. അങ്ങനെ ഒരു ആന്തരിക സൗഖ്യം കിട്ടിയില്ല എങ്കിൽ ഈ ഓർമ്മകളും ചിന്തകളും വെച്ചിട്ട്, ഉള്ളിലുള്ള നെഗറ്റീവ് അരൂപി വെച്ചിട്ട് വീണ്ടും പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. ഫലമില്ലാതാവും കുമ്പസാരം. ഇനി നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്. ദൈവത്തിന് 4മതൊരു കാര്യമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. ഒന്നോർത്ത് നോക്കിയാൽ, നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം തരാൻ ദൈവപിതാവ് ഈശോയെ മരിക്കാൻ വിട്ടുകൊടുത്തിട്ട് നമുക്കത് കൃപ തരുന്നു. അപ്പോൾ പ്രസാദവരം, മനസ്താപ്രകരണത്തിൽ എന്താ ചൊല്ലുന്നത്? അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപസാഹചര്യങ്ങൾ ഉപേക്ഷിക്കാമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ഇത് 4 കാര്യങ്ങളും കുമ്പസാരത്തിൽ എനിക്ക് തോന്നുന്നു സംഭവിക്കണമെന്ന് തോന്നുന്നു. 1 നന്ദി പറയുക, 2 തീരുമാനങ്ങൾ എടുക്കുക. കുമ്പസാരത്തെ തുടർന്ന് എല്ലാം തീർന്നെന്ന് വിചാരിക്കരുത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ എൻ്റെ ഉള്ളിൽ ഇനിയും അവശേഷിക്കുന്ന തിന്മയുടെ അരൂപികളെ, ചിന്തകളെ, ഓർമ്മകളെ, തെറ്റിദ്ധാരണകളെ, തെറ്റായ ബോധ്യങ്ങളെ, 5, 10, 15 വർഷമൊക്കെ കുമ്പസാരിക്കാതിരുന്ന ആളുകളും കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്ന തെറ്റായ ബോധ്യങ്ങളെ ഈശോയെ കഴുകി വിശുദ്ധീകരിക്കണമേ അങ്ങയുടെ തിരുരക്തത്താൽ. അങ്ങനെ ഒരു പ്രാർത്ഥന കൂടി വേണം. 4മത് നമ്മൾ ദൈവത്തിൻ്റെ കൃപ ചോദിക്കണം, പ്രസാദവരം ചോദിക്കണം. ഇതിനെക്കുറിച്ച് ബോധ്യമുള്ള മക്കളെ പരീക്ഷ വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം പോയി തൊട്ട് മുൻപത്തെ ദിവസം പോയി അവർ കുമ്പസാരിക്കും. എന്തിനാണെന്നറിയാവോ? കുമ്പസാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് ധൂർത്തപുത്രൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ധൂർത്തപുത്രന് എല്ലാം തിരിച്ചു കിട്ടി. ആത്മീയ അനുഗ്രഹങ്ങൾ മാത്രമല്ല, കുടുംബത്തിൽ സന്തോഷവും സമാധാനവും മാത്രമല്ല, വസ്ത്രം, ചെരുപ്പ്, ഭക്ഷണം, വിരുന്ന് തുടങ്ങിയ പ്രതീകാത്മകമായി ധൂർത്തപുത്രൻ്റെ കഥയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം കിട്ടി. പ്രിയ മക്കളെ, ദൈവത്തിന് പ്രീതിജനകമായത് ചെയ്യാം. നിനക്കിഷ്ടമുള്ളതൊക്കെ നിനക്ക് ചെയ്യാം. നിനക്ക് മുട്ടിന് നിരങ്ങാം, മറ്റ് നേർച്ച കാഴ്ചകളൊക്കെ നിനക്ക് ചെയ്യാം. അത് നീ തീരുമാനിച്ചതാണ്. എന്നാൽ ദൈവം നിന്നോട് തീരുമാനിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. അപ്പോഴാണ് നിനക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുക. ദൈവം സഭയിലൂടെ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് അനുഗ്രഹം ഉണ്ടാകും. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റു ചില രീതികളിലേക്ക് നമ്മൾ വന്നു പോയിട്ടുണ്ട്, ആവശ്യമില്ലാത്ത ചില രീതികളിലേക്ക്. എന്നാൽ സഭയിലൂടെ കാലങ്ങളായി നിലനിൽക്കുന്ന, ഇപ്പോഴും നിലനിൽക്കുന്ന കൂദാശകളിലൂടെ ഒക്കെ നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങളാണ് വരുന്നത്. അത് ചെയ്യാതെ നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്തുകൊണ്ട് അനുഗ്രഹം കിട്ടുമെന്ന് വ്യാമോഹിക്കണ്ട. നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ ദിവസം ഞങ്ങൾ അനുഗ്രഹിക്കണമേ. കൂടുതൽ ദൈവകൃപ ഈ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലായിരിക്കുന്ന മണിക്കൂറുകളിലും ദിവസങ്ങളിലും ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ആമേൻ. അൾത്താരയിൽ ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു.
എല്ലാം നിനക്കായി നൽകാൻ നിൻ സന്നിധിയിൽ വരുന്നു. അൾത്താരയിൽ ആത്മബലിയാ അർപ്പിക്കാനായി ഞാൻ വരുന്നു. എല്ലാം നിനക്കായി നൽകാൻ ദേവാലയത്തിൽ വരുന്നു. ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും, ഈ കാഴ്ച വസ്തുക്കൾക്കൊപ്പം കന്മഷമില്ലാത്ത ഹൃത്തും, എല്ലാം പൊറുക്കുന്ന ചിത്തം, വല്ലഭ കാഴ്ചയായേക. എല്ലാം പൊറുക്കുന്ന ചിത്തം, വല്ലഭ കാഴ്ചയായേക. പ്രിയ സഹോദരരെ, എൻ്റെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ ചെയ്യും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, മഹത്വപൂർണമായ കൈമാറ്റം സാക്ഷാത്കരിക്കുന്ന ഞങ്ങളുടെ കാഴ്ച വസ്തുക്കൾ അങ്ങ് സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് നൽകിയവ സമർപ്പിക്കുന്ന ഞങ്ങളെ അങ്ങയെ തന്നെ സ്വീകരിക്കുവാൻ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഇന്ന് ക്രിസ്തുവിൽ ഞങ്ങളുടെ രക്ഷയുടെ രഹസ്യം ജനതകളുടെ പ്രകാശമായി അങ്ങ് വെളിപ്പെടുത്തുകയും ഞങ്ങളുടെ മർത്യപ്രകൃതിയുടെ സത്തയിൽ അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടുത്തെ അമർത്യതയുടെ നവ്യ മഹിമയാൽ ഞങ്ങളെ സമുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ
ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ.
ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയേണമേ.
ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണേ, ശാന്തി നൽകണേ, ശാന്തി നൽകണേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. പ്രിയ സഹോദരരെ, വേളാങ്കണ്ണി മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ കുർബാനകളുടെ സമയക്രമവും സ്ഥലങ്ങളുടെയും അറിയിപ്പ്. പ്രധാന ദേവാലയത്തിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് തമിഴ് കുർബാന. ഈ കുർബാന GR+ വഴി സംപ്രേഷണം ചെയ്യപ്പെടുന്നു. ലോവർ ബസിലിക്കയിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 7 മണിക്ക് തമിഴ്, 10 മണിക്ക് ഇംഗ്ലീഷ്, ഉച്ചയ്ക്ക് 12 മണിക്ക് തമിഴ്, ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തമിഴ്, വൈകിട്ട് 6 മണിക്ക് ജപമാലയും തുടർന്ന് തമിഴ് കുർബാനയും. അപ്പർ ബസിലിക്കായിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് തെലുങ്ക്, 11 മണിക്ക് ഹിന്ദി, വൈകിട്ട് 5 മണിക്ക് കന്നഡ, ചൊവ്വാഴ്ചകളിൽ ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് കൊങ്കണി. മോർണിംഗ് സ്റ്റാർ ദേവാലയത്തിൽ എല്ലാ ദിവസവും അർപ്പിക്കപ്പെടുന്ന കുർബാനകൾ രാവിലെ 8 മണിക്ക് കൊങ്കണി, 9 മണിക്ക് മലയാളം. എല്ലാ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ ലോവർ ബസിലിക്കയിൽ വൈകിട്ട് 5:30 ജപമാലയും തുടർന്ന് ഷ്രൈൻ ചുറ്റി പരിശുദ്ധ കുർബാനയുടെ പ്രദക്ഷിണവും വചനപ്രഘോഷണവും പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും ഉണ്ടായിരിക്കും. എല്ലാ മാസാദ്യ ശനിയാഴ്ചകളിൽ വൈകിട്ട് 5:30 ഷ്രൈനിൻ്റെ പ്രവേശന കവാടം മുതൽ കടൽ തീരം വരെ വേളാങ്കണ്ണി മാതാവിൻ്റെ സ്വരൂപം വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണവും തുടർന്ന് ലോവർ ബസിലിക്കയിൽ പരിശുദ്ധ കുർബാനയുടെ ആശീർവാദവും രോഗികൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും തമിഴ് കുർബാനയും ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ രാത്രി 9 മണി വരെ പ്രധാന ദേവാലയവും രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ ആരാധന ചാപ്പലും തീർത്ഥാടകർക്കായി തുറന്നിരിക്കുന്നു. നല്ല കുമ്പസാരം നടത്താനുള്ള ഒരുക്കത്തിനായി അനുരഞ്ജന ചാപ്പലും കുമ്പസാരത്തിന് ശേഷം പ്രായശ്ചിത്തം നിറവേറ്റുന്നതിനും വ്യക്തിപരമായ മൗനപ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും ആരാധന ചാപ്പലും ഉപയോഗപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ ദിവസവും രാവിലെ 6:30 മുതൽ 8 മണി വരെയും 11:30 മുതൽ 12:30 വരെയും വൈകിട്ട് 5 മണി മുതൽ 8 മണി വരെയും മലയാളത്തിൽ കുമ്പസാരിക്കാനുള്ള അവസരമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ രാത്രി 8 മണി വരെയും വ്യക്തിപരമായ ആശീർവാദത്തിനും അടിമ പ്രാർത്ഥനയ്ക്കും ജപമാലകൾ, സ്വരൂപങ്ങൾ എന്നിവ വെഞ്ചരിക്കുന്നതിനും പ്രധാന ദേവാലയത്തിന് സമീപമുള്ള ആവേ മരിയ ഹാളിൽ വൈദികർ സന്നിഹിതരാണ്. ഈ ദേവാലയത്തിൽ ഈ കുർബാനയ്ക്ക് ശേഷം പൊതുവായ ആശീർവാദം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലും എല്ലാ ഗവൺമെൻറ് ഒഴിവ് ദിനങ്ങളിലും മാതാകുളത്തിന് സമീപമുള്ള സ്റ്റെല്ല മാരീസ് ഓഡിയോ വിഷ്വൽ ഹാളിൽ അരുൾ നിറൈ സുവടുകൾ, കൃപയുടെ അടയാളങ്ങൾ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനം രാവിലെ 10 മണിക്ക് തമിഴിലും 11:30 മലയാളത്തിലും ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് തെലുങ്കിലും ഉണ്ടായിരിക്കും. എല്ലാ തീർത്ഥാടകരെയും ഈ ഡോക്യുമെൻ്ററി കാണുവാൻ നിശ്ചയിക്കപ്പെട്ട ദിവസങ്ങളിൽ സ്വാഗതം ചെയ്യുന്നു. വേളാങ്കണ്ണി മാതാവിൻ്റെ അത്ഭുത തീർത്ഥാടന കേന്ദ്രത്തിൽ വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ ആരോഗ്യ മാതാവിൻ്റെ മാധ്യസ്ഥ്യം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥനാപൂർവ്വം ആശംസിക്കുന്നു. നമുക്ക് എഴുന്നേൽക്കാം.
നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പരിശുദ്ധമായ ദിവരഹസ്യങ്ങളുടെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതം നിരന്തരം ശക്തിപ്പെടാൻ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിനോടുള്ള അനുഗ്രഹ പ്രാർത്ഥനയ്ക്കായി ശിരസ് നമിക്കാം. ഉണ്ണീശോയെ കയ്യിലേന്തിയ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവേ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഇവരുടെ കുടുംബങ്ങളെയും സോഷ്യൽ മീഡിയയിലൂടെ ബലിയിൽ പങ്കെടുത്ത എല്ലാവരെയും അങ്ങ് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. ഇവരുടെ മനസ്സ് തളർന്നു പോകുമ്പോൾ പാൽക്കാരനായ ബാലൻ്റെ പാൽക്കുടത്തിലെ പാൽ നിറഞ്ഞു തുളുമ്പിയതുപോലെ ഇവരെയും സന്തോഷത്താൽ നിറയ്ക്കണമേ. പരാജയങ്ങൾ ഇവരെ തളർത്തുമ്പോൾ മുടന്തനായ ബാലന് നടക്കാനിടയാക്കിയതുപോലെ ഇവരെയും താങ്ങി നടത്തണമേ. പോർച്ചുഗീസ് നാവികരെ സുരക്ഷിതമായി കരയിലേക്ക് എത്തിച്ചതുപോലെ സങ്കടക്കടലിൽ വലിയുന്ന എല്ലാവരെയും അങ്ങ് കരകയറ്റണമേ. അനുഗ്രഹദായിനിയായ പരിശുദ്ധാരോഗ്യ മാതാവിൻ്റെ ആശീർവാദം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈശോ തൻ്റെ മാതാവിൻ്റെ കരങ്ങളിലൂടെ നമ്മെ ഏവരെയും സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും കാത്തു സംരക്ഷിക്കുകയും ചെയ്യട്ടെ. സർവശക്തനും കാരുണ്യവാനുമായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളേവരെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.